കോവിഡ് വന്നപ്പോൾ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടായി. ഇന്ന് പ്രസംഗകരുടെ നിര തന്നെ വളരെ വലുതാണ്. അതിന് ഞാൻ എതിര് പറയുകയല്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇതൊരു പ്രൊഫഷനായി മാറി. പാസ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ സ്ഥാനമാനങ്ങളുള്ള, പൗലോസ് പറഞ്ഞു, അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നു, നല്ല വേല ആഗ്രഹിക്കുന്നു, നല്ലൊരു കാര്യം. പക്ഷേ അതിന് ചില വ്യവസ്ഥകളുണ്ട് വേദപുസ്തകത്തിൽ. അവൻ ദൈവത്തിൻ്റെ മനുഷ്യനായിരിക്കണം, ദൈവത്തിൻ്റെ മർമ്മങ്ങളുടെ കാര്യവിചാരകനായിരിക്കണം, അവൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരിക്കണം. വേദപുസ്തകത്തിൽ പൗലോസ് പറയുന്ന മനുഷ്യരാലുമല്ല ദൈവത്താലും അവൻ്റെ പുത്രനായ ക്രിസ്തുവിനാലും വിളിച്ചു എന്നാണ്. അവർ മഹാന്മാരായ അപ്പോസ്തലന്മാരൊന്നും എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല, ഞാൻ ക്രിസ്തുവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്നാണ്. അപ്പോൾ ക്രിസ്തു വിളിച്ചു എന്നും ക്രിസ്തുവിൻ്റെ വേലയ്ക്ക് വേണ്ടി കടന്നു വരുന്ന വ്യക്തിത്വങ്ങൾക്ക് ചില ക്വാളിഫിക്കേഷൻ ഉണ്ട്. അവൻ ദൈവ മനുഷ്യനായിരിക്കണം, ഇവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചെണ്ണിയപ്പോൾ അവൻ വിശ്വസ്തനായി കാര്യങ്ങൾ ചെയ്യണം. അധ്യക്ഷൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിക്കേ. ഒന്നാമത് അവൻ്റെ ക്യാരക്ടറാണ് പറയുന്നത്. അവൻ എല്ലാ നിലകളിലും ശ്രേഷ്ഠമായ സ്വഭാവ വൈശിഷ്ട്യമുള്ളവനായിരിക്കണമെന്ന് ആദ്യത്തെ ലിസ്റ്റ്. അത് കഴിഞ്ഞിട്ട് അവൻ കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനായിരിക്കണം, ഭാര്യയോടുള്ള ബന്ധം, കുഞ്ഞുങ്ങളോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് അവൻ സഭയിൽ എങ്ങനെയായിരിക്കണം, സഭക്കാരോട് എങ്ങനെയായിരിക്കണം. ഈ ലേഖനം തന്നെ എഴുതിയിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ദൈവസഭ എന്നുള്ളത് വളരെ കാര്യമായിട്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവം പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നാം നോക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയേണ്ടതിനാണ് ഈ ലേഖനമൊക്കെ എഴുതിയത്. ഇന്ന് സഭയിൽ കൈകാര്യം ചെയ്യുന്നത് പണമുള്ളവനാണ്, സ്ഥാനമുള്ളവനാണ്, ആത്മീയനല്ല, സ്വഭാവ വിശിഷ്ടതയുള്ളവനല്ല. കാരണം നമ്മുടെ ലീഡർഷിപ്പ് മുഴുവൻ വന്നിരിക്കുന്നത് പണമുള്ളവരാണ്. അപ്പം പണമാണ് കാര്യം കൈകാര്യം ചെയ്തത്. മാമോനും ദൈവവും കൂടെ ഒത്തുപോകയില്ലെന്ന് പറഞ്ഞതിനെ നാം ഒന്നിപ്പിക്കാൻ നോക്കുകയാണ്. കർത്താവ് ശുശ്രൂഷിക്കാനാണ് വന്നത്, ഭരിക്കാനല്ല വന്നത്. അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് വേദപുസ്തകത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. പാസ്റ്റർ എന്നും എൽഡർ എന്നും പ്രിസ്പിറ്റർ എന്നും സൂപ്പർവൈസർ എന്നും അല്ലെങ്കിൽ ഓവർസിയർ എന്നൊക്കെ പറയുന്ന ഒരാളാണ്, അത് പാസ്റ്ററാണ്. കൃപയുടെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഒന്നാമത് അപ്പോസ്തലൻ, രണ്ടാമത് പ്രവാചകൻ, മൂന്നാമത് സുവിശേഷകൻ, നാലാമത് ആ പാസ്റ്ററുടെ സ്ഥാനം. നമ്മൾ സുവിശേഷകനേക്കാൾ മുകളിൽ പാസ്റ്ററെ ആക്കി ഇതേതോ വലിയ കാര്യമാണെന്ന് വെച്ച് പിടിപ്പിച്ചതുകൊണ്ട് സുവിശേഷം അറിയിക്കാൻ ഇന്ന് ആളില്ല. യഥാർത്ഥത്തിൽ സുവിശേഷകൻ്റെ സ്ഥാനമാണ് പാസ്റ്ററേക്കാൾ ഉയർന്നത്. നമ്മളിപ്പോൾ ബൈബിൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന പിള്ളേരെ സുവിശേഷകൻ എന്ന് വിളിച്ച് സ്ഥാനം കളഞ്ഞതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് ആളില്ലാതെ ആയിരിക്കും എല്ലാവരും പാസ്റ്ററാകാനാണ് ചമയുന്നത്. നിങ്ങൾ നോക്കേ, പണമില്ലാത്ത ഒരു വ്യക്തിക്ക് ഇന്ന് സുവിശേഷ വേലയിൽ ഒരു സ്ഥാനവും ലഭിക്കുകയില്ല. അവൻ എത്ര ആത്മീയനായിരിക്കാം, സൽസ്വഭാവിയായിരിക്കാം, അങ്ങനെയാണ് എല്ലാ സംഘടനകളിലും നാം കാണുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്ക് വന്നത് ഒരു ശോചനീയമായ അവസ്ഥയാണ്. ആ ശോചനീയമായ അവസ്ഥ കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ആൾക്കാർ കടന്നു വന്ന് പെട്ടെന്ന് പാസ്റ്ററായി മറ്റുള്ളവരെ ഭരിക്കാൻ വരുന്നത്. ഭരിക്കുക എന്നുള്ളത് സുവിശേഷ വേലയിൽ പാസ്റ്ററുടെ എങ്ങും പറഞ്ഞിട്ടില്ല. നന്നായി ഭരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് തിമത്തിയോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകാൽ വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ ഇരട്ടിമാനത്തിന് യോഗ്യരായി എണ്ണാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പണമുള്ളവരെയും സ്ഥാനമുള്ളവരെയും ഇന്നലെ ബിസിനസ്സുകാരായി വന്ന ഇന്ന് അധികാര സ്ഥാനങ്ങളിൽ നോക്കെ, ഞാൻ ഐ പി സിക്കാരുടെ സ്ഥാനമാനങ്ങളിൽ നോക്കിക്കുക, അവരുടെ മുകളിൽ നിൽക്കുന്നവരൊക്കെ ഒന്നെല്ലാം ഫോറിൻ ആൾക്കാരാണ്, പണമുള്ളവരാണ്, അല്ലെ ബിസിനസ്സുകാരാണ്. ഇവർ ആത്മീയത്തിൻ്റെയോ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. പ്രസിഡൻ്റ് എന്നുള്ളൊരു സസ്തിക ഒരു ക്ലബിൻ്റെ ഒരു ഡിനോമിനേഷൻ്റെ ആളാണ്. വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു പദമേ ഉപയോഗിച്ചിട്ടില്ല. സെക്രട്ടറി എന്നുള്ളൊരു പദം ഉപയോഗിച്ചിട്ടില്ല. അതിവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത ഡിനോമിനേഷൻ്റെ തലയിലെ ആളാണ്, അല്ലാതെ സഭയുടെ ആളായിട്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ നാം അങ്ങനെയാണ് എല്ലാം കണക്കാക്കി വെച്ചിരിക്കുന്നത്. കർത്താവ് എന്തു പറഞ്ഞു അതിന് വിരോധമായിട്ടാണ് സഭ പോകുന്നത്. അപ്പോസ്തലന്മാരും മറ്റുള്ള ന്യൂ ടെസ്റ്റ്മെൻ്റ് എഴുത്തുകാരും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് സഭയിൽ നടക്കുന്നത്. യഥാർത്ഥ സഭയെന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ തൂണാണ്. സത്യത്തിലും ആത്മാവിലുമാണ് അവിടെ ആരാധിക്കുന്നത്. ആത്മാവിൽ നാം ബഹളം വെക്കുമെങ്കിലും സത്യമെന്നുള്ളത് നമ്മളിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ്. ആത്മീയരായ നേതൃത്വം വന്നാലേ ഇതിനൊക്കെ മാറ്റം വരികയുള്ളൂ. അവർക്കാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. അല്ലായെങ്കിൽ അവരുടെ സംഘടനയെക്കുറിച്ചും അവരുടെ ഓർഗനൈസേഷനെ കുറിച്ച് മാത്രമായിരിക്കും ഇവർക്ക് ഭാരമുള്ളത്. നമുക്ക് അബദ്ധം പറ്റിയത് ആത്മീയത നമുക്കില്ല. സങ്കീർത്തനക്കാരനോട് നമുക്കും ലഭിക്കേണ്ടിയിരിക്കുന്നു, യഹോഭക്തന്മാർ ഇല്ലാതെ പോകുന്നു,
അതാണ് നമ്മുടെ പ്രശ്നം. പണക്കാരും സ്ഥാനമോഹികളുമായ വ്യക്തികളാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതുകൊണ്ടാണ് നാം അധപ്പതിച്ചു പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ചെറുപ്പകാലം തുടങ്ങി ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവർക്കൊരു സ്ഥാനമില്ലാതെ, അവർക്ക് യാതൊരു കാര്യവും കൈകാര്യം ചെയ്യാതെ മറ്റുള്ളവരുടെ അടിമത്തത്തിൽ അല്ലെ കീഴടക്കി മറ്റുള്ള സ്ഥാനമുള്ളവരെ അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വെറും ഒരു ക്ലബിൻ്റെ റൂളാണ്, സഭയുടെ റൂളല്ല. സഭയിലെ ആരാത്മീയനാണോ, ആര് ദൈവത്താൽ വിളിക്കപ്പെട്ടുവോ, ആര് ദൈവത്താൽ ഉപയോഗിക്കുന്നുവോ, ആരെ ദൈവമാക്കിയോ അവനാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് നമ്മൾ പഴയ തലമുറയിൽ തന്നെ വിട്ടുപോയിരിക്കുകയാണ്. അതിനെ ഓർത്ത് നമുക്ക് അനുദപിക്കാനല്ലാതെ ഒരു മടങ്ങിവരവുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല.